ഈ പറഞ്ഞേക്കുന്നത് 100% ശരിയാണ്. വെളിയിൽ പോയി ഫാസ്റ്റ് ഫുഡും തട്ടുകടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി കഴിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഗ്യാസ്ട്രോയിലും സർജിക്കൽ ഗ്യാസ്ട്രോയിലും RC തട്ടുകടയിൽ മാത്രമല്ല വലിയ ഹോട്ടലുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ക്യാൻസർ ആണ് സംഭവം. അതുകൊണ്ട് വീട്ടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി മതിയായ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക. സ്നാക്സ് മാറ്റി കൊടുക്കാനോ പൊരിച്ചതും കിരിച്ചതും ഒന്നും മാറ്റി കൊടുക്കാനോ ചെയ്ത് റിഫൈനറി എണ്ണയാണ്. ഇതിനകത്ത് ഒരുപാട് കെമിക്കൽ ചേരുന്നുണ്ട്. കുടലുകൾ കംപ്ലീറ്റ് വ്രണമാവുക മാത്രമല്ല, ഇത് ക്യാൻസർ എവിടെ ഇരുന്നാലും വിളിച്ചു വരുത്തും. മെഡിക്കൽ കോളേജിലപ്പോൾ മെഡിക്കൽ ഗ്യാസ്ട്രോ ഈ സർജിക്കൽ ഗ്യാസ്ട്രോയിൽ നമ്മൾ പോയാൽ ഉള്ളത് പറയാലോ, തീറ്റ പുറത്താക്കിയപ്പോൾ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള അസുഖങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. വീട്ടുകളിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും ഷെയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ജനങ്ങൾക്ക് ആരോഗ്യ നഷ്ടം, ക്യാഷ് നഷ്ടം, ആയുസ് നഷ്ടം. ജാഗ്രതയായി.